ഏഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസ് എന്ന കോട്ടിട്ട അവതാര ജഡ്ജിയുടെ ഒരു പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അതിവൈകാരികമായി 2022 നവംബർ 27 സ്വന്തം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എഴുതിയിട്ട പോസ്റ്റാണ്. ഏഷ്യാനെറ്റ് പോലൊരു സംഘപരിവാർ മാധ്യമ സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് അദ്ദേഹം വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് അന്ന് നടത്തിയ നിരീക്ഷണം ഒന്ന് കേൾക്കണം. ഇന്ന് വിഴിഞ്ഞം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ പോർട്ട് എന്നുള്ള നിലയ്ക്ക് അത് കേരളത്തിനും രാജ്യത്തിനും അഭിമാന പദ്ധതിയാവുകയാണ്. അന്ന് അബ്ജോദ് വർഗീസിന് ലോഹയിട്ട അച്ചായന്മാർ നടത്തിയ ചില സമരം കണ്ടപ്പോൾ അതിനൊരു ഐക്യദാർഢ്യപ്പെടലുണ്ടായി. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ സൈന്യമെന്ന് പ്രളയകാലത്ത് വിശേഷിപ്പിച്ച ജനതയെ തുടച്ചു നീക്കാൻ സൈന്യത്തെ വിളിക്കണമെന്ന് പറയുന്നവരോടാണ്. ഒരു തദ്ദേശീയ ജനവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ലോകത്തൊരു പരിഷ്കൃത സമൂഹവും അംഗീകരിക്കാത്ത പദ്ധതി. വല്ലാർപാടം പോലെ പൊളിഞ്ഞു പാളീസാകാൻ പോകുന്ന പദ്ധതി. കോട്ടിട്ട അവതാരത്തിൻ്റെ മുൻകാല വിലയിരുത്തലാണ്. ഇന്നിപ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് വലിയ വാഴ്ത്തുപാട്ടുകളും അതിനെക്കുറിച്ച് വികസനത്തെ മുൻനിർത്തി വലിയ കാണ്ടം ഭാവനകൾ രചിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് ഇപ്പോഴും കേൾക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഒരു പദ്ധതി നടപ്പാക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയമായി നീങ്ങിക്കൊണ്ട് കൃത്രിമ സമരങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മാധ്യമ അവതാരങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് ഈ ഒരു പോസ്റ്റ് തെളിയിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് വിഷയത്തിലും ഇന്ന് പറയുന്ന അഭിപ്രായത്തെ നിങ്ങൾ ചെവിക്കൊള്ളുകയാണെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്കല്ല, ഈ നാടിനാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത്. അന്ന് ഇവരെപ്പോലുള്ളവരുടെ വായ്ത്താരികൾ കേട്ടിട്ട് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ലോകത്ത് ഒരു പരിഷ്കൃത സമൂഹം അംഗീകരിക്കാത്ത പദ്ധതി വല്ലാർപാടം പോലെ പൊളിഞ്ഞ് പാളീസാകാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് നിങ്ങൾ നോക്കൂ. ഇദ്ദേഹത്തിൻ്റെ വാക്കുപോലെ പൊളിഞ്ഞു പാളീസായില്ലേ? ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ കടന്നു വരുന്നത് ആ പൊളിഞ്ഞു പാളീസായതിൻ്റെ ഭാഗമായിട്ടല്ലേ? അപ്പോൾ ഇവരൊക്കെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ കുഴലൂത്തുകാരായിട്ട് മാറും. അതിനുവേണ്ടി വായ്ത്താരി ഇടുന്നവരാകും. അതിനുവേണ്ടി ഇവർ കവലപ്രസംഗം പോലെ സോഷ്യൽ മീഡിയ കുറിപ്പുകൾ എഴുതും. എന്നിട്ട് അത് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ചവർ മുൻകാലങ്ങളിൽ എഴുതിയതെല്ലാം നാട്ടുകാർ മറന്നു എന്ന നിലയ്ക്ക് പുതിയ കാലത്തെ ഇതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് വിളമ്പും. ഇങ്ങനെയുള്ള അപ്പക്കാണനിസം, മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പ്രവർത്തനമാണ് കേരളത്തിലെ കോട്ടിട്ട ബഹുഭൂരിപക്ഷം മാപ്ര അവതാരങ്ങൾക്കുള്ളത് എന്ന് ഈ ഒരു പോസ്റ്റ് തെളിയിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കാലത്തിട്ട് ജനവികാരം ഉണർത്താൻ വേണ്ടി കൂട്ടുനിന്നതിന് ശേഷം അതിനെയെല്ലാം മറികടന്ന് ഒരു നാടിൻ്റെ നല്ല നാളേക്ക് വേണ്ടി ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചവർ അവരെ ഇന്നും കുറ്റം പറയും, ഇന്നും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. പക്ഷേ ഇന്നലകളിൽ ഞാൻ തന്നെ ഊളയായിട്ടുള്ള പോസ്റ്റുകളെ സംബന്ധിച്ചൊന്നും ഇവരോട് ചോദിക്കരുത്, പറയരുത്. കാര്യം അതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. എല്ലാ വിഷയത്തിലും ഇടതുപക്ഷത്തിനെതിരായിട്ട് വരുന്ന വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ വേണ്ടി അവർ കാണിക്കുന്ന ആ വ്യഗ്രത അതുപോലെ തന്നെയാണ് മുൻകാലങ്ങളിൽ അവർ പറഞ്ഞ കാര്യവും. അതിൻ്റെ വസ്തുത വേറെയായി ഭവിക്കുമ്പോൾ പിന്നീട് അവരുടെ ചർച്ചകൾ മുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ എഴുതുന്ന പോസ്റ്റുകളെന്നും ഇത് തെളിയിച്ചു വയ്ക്കുകയാണ്.